ഈശോയുടെ ഗാഗുൽത്ത യാത്രക്കിടയിൽ അവിചാരിതമായി കടന്നു വരുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യനാണ് ഈശോയെ കുരിശു ചുമക്കാൻ സഹായിച്ച ശിമയോൻ. വെറും ഒരു കർഷകനായ ശിമയോൻ ഈശോയുടെ കുരിശു ചുമന്ന ശിമയോനായി മാറി. ഇതേ അവസരം നമ്മുടെ ജീവിതത്തിലും അടിക്കടി ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ ശിമയോൻ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടെ പ്രതിഷ്ഠപ്പെടാറുമുണ്ട്. വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്കാണ് കുരിശുമായി നടന്നു നീങ്ങുന്ന ഈശോയെ ശിമയോൻ കാണുന്നതും കുരിശിന്റെ ഒരു ഭാഗം തന്റെ തോളിലേക്ക് ഏറ്റുവാങ്ങുന്നതും. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ശിമയോൻ കുരിശ് ഏറ്റുവാങ്ങുമ്പോൾ ഈ കുരിശിന്റെ മഹാത്മ്യം എന്താണെന്നോ കുരിശ് ചുമക്കുന്ന ആൾ ആരാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. എങ്കിലും ആ കുരിശിന്റെ പാതിഭാരം തന്റെ തോളിലേക്ക് ഏറ്റുവാങ്ങി. വേച്ച് നടക്കുന്ന ഈശോയെ തന്നോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. ഒന്നും പ്രതീക്ഷിക്കാതെ, അധികം ആലോചിക്കാതെ ചെയ്ത ഈ നന്മയല്ലേ വെറും ഒരു കർഷകനായ ശിമയോനെ ഈശോയുടെ കുരിശു ചുമന്ന ശിമയോൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയത്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ ഈശോ ഒരു കൈ സഹായം തേടി നമ്മുടെ മുൻപിൽ എത്രയോ തവണ വന്നു പോയിട്ടുണ്ടാവും. ഈശോയെ തിരിച്ചറിയാനും സഹായിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കും മുൻപ് എന്ത് പ്രതിഫലം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നവരല്ലേ നമ്മൾ? അല്ലെങ്കിൽ ഛേദമില്ലാത്ത ഉപകാരം ചെയ്തതിൻ്റെ വീഡിയോ എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇടുന്നവരല്ലേ? അതുമല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്തതിൻ്റെ കണക്ക് കാലാകാലം പറയുന്നവരാകാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ക്രിസ്തീയതയ്ക്ക് എന്തർത്ഥമാണുള്ളത്? വലതുകൈ ചെയ്യുന്നത് എന്തെന്ന് ഇടതുകൈ അറിയരുതെന്ന വചനം നമുക്കെപ്പോഴും ഓർമ്മയുണ്ടാവണം. ഈശോയുടെ വചനം കേൾക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാണ് ഈശോയ്ക്ക് സ്വീകാര്യർ ആയിത്തീരുന്നത്. നമുക്ക് ചുറ്റും ഒന്ന് നോക്കുക. ജീവിതത്തിന്റെ കുരിശു ചുമന്ന് ഇനി ഒരു ചുവടുകൂടി മുന്നോട്ട് വെക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ വയലിലെ വേല കഴിഞ്ഞ് അവരെ ഒരു കൈ സഹായിക്കാൻ എന്തേ നമ്മൾ തയ്യാറാകുന്നില്ല? നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും അവരവരുടെ വിജയത്തിന് വേണ്ടി മാത്രം പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതയാത്രയിൽ സഹായകമായി എത്തുന്ന എത്രയോ പേരുണ്ടാവും. യേശു ശിമയോനെ ചേർത്ത് പിടിച്ചതുപോലെ അവരെയും നമുക്ക് ചേർത്ത് പിടിക്കാനും മുന്നേറാനും കഴിയണം. നമ്മുടെ ജീവിതത്തിലെ നന്മ തിന്മകളുടെ കണക്കെടുപ്പ് കാലമായ ഈ നോമ്പുകാലത്ത് കൂടുതൽ നന്മകളെ കണ്ടെത്താനും നമ്മുടെ ജീവിതത്തോട് ചേർക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.